നമസ്കാരം. കോൺഗ്രസിനും CPIക്കും തൃണമൂൽ കോൺഗ്രസിനും പിന്നാലെ CPMനും ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് കിട്ടി. 15 കോടി അടയ്ക്കാൻ ആവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയത്. ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. 22 കോടി രൂപയുടെ വരുമാനം കണക്കാക്കി 15.59 കോടി രൂപയാണ് പിഴയിട്ടത്. ആദായ നികുതി വകുപ്പ് നടപടിക്കെതിരെ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചതായി CPM നേതാക്കൾ അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് കോൺഗ്രസ്, CPM, CPI, തൃണമൂൽ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ കേന്ദ്ര ഏജൻസിയുടെ നടപടി. തെരഞ്ഞെടുപ്പ് പടിവാതിലിൽ നിൽക്കുമ്പോൾ 1823.08 കോടി രൂപ ഉടൻ അടയ്ക്കണം എന്നാവശ്യപ്പെട്ടാണ് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന് നോട്ടീസ് നൽകിയത്. പാർട്ടിയുടെ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി ജനാധിപത്യത്തെ മരവിപ്പിച്ച നടപടിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രതിസന്ധിയിലായി നിൽക്കുന്ന കോൺഗ്രസിന് അടുത്ത ആഘാതമായാണ് ആദായ നികുതി വകുപ്പിന്റെ പുതിയ നോട്ടീസ്. 2017-18 സാമ്പത്തിക വർഷം മുതൽ 2020-21 സാമ്പത്തിക വർഷം വരെയുള്ള പിഴയും പലിശയും അടക്കമാണ് തുക. കോൺഗ്രസിന് പിന്നാലെ CPIക്കും ആദായ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 11 കോടി രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പഴയ പാൻ കാർഡ് ഉപയോഗിച്ച് ടാക്സ് റിട്ടേൺ ചെയ്തതിനാലുള്ള കുടിശ്ശികയും പാൻ കാർഡ് തെറ്റായി രേഖപ്പെടുത്തിയതിനാലുള്ള പിഴയും അടക്കമാണ് 11 കോടി എന്നാണ് നോട്ടീസിൽ പറയുന്നത്. നോട്ടീസ് കിട്ടിയെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് സ്ഥിരീകരിച്ചു. 72 മണിക്കൂറിനിടെ 11 ഇൻകം ടാക്സ് നോട്ടീസുകൾ കിട്ടിയെന്ന് തൃണമൂൽ MP സാകേത് ഗോഖലെ പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തെ സമ്മർദ്ദത്തിലാക്കാൻ എല്ലാ വഴികളും നോക്കുകയാണ് BJP. ED നടപടി നടക്കാതായപ്പോൾ ആദായ നികുതി വകുപ്പിനെ ഇറക്കി. മോദി പരിഭ്രാന്തനാണെന്നാണ് ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നതെന്ന് ഗോഖലെ കൂട്ടിച്ചേർത്തു. എതിരാളികളെ മുഴുവൻ വിവിധ കേസുകളിൽപ്പെടുത്തിയും സാമ്പത്തികമായി തകർത്തും തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാമെന്ന BJPയുടെ കണക്കുകൂട്ടൽ എന്ത് ഫലമാണ് ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണാം.